മലപ്പുറം വഴിക്കടവിൽ അനന്തു എന്ന 10ാം ക്ലാസ്സുകാരൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിലൂടെ കോൺഗ്രസുകാർ ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കാനാണോ ശ്രമിച്ചത്? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചില ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. മലപ്പുറം വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മരിച്ച അനന്തുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. കുട്ടിക്കുന്ന് ശ്മശാനത്തിൽ സംസ്കരിച്ചു. മുഖ്യപ്രതി വഴിക്കടവ് സ്വദേശി വിനീഷ് അറസ്റ്റിൽ. വൈദ്യുതി കെണി കാട്ടുപന്നി ഇറച്ചിക്കായി വെച്ചതെന്ന് പ്രതി. സംഭവം മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അനന്തുവിന്റെ മരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഉണർത്താനുണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയമെന്ന് വനം മന്ത്രി. രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും. വനം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദുരന്തം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് M സ്വരാജ്. വനം മന്ത്രിയുടെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. കോഴിക്കോട്ടും മലപ്പുറത്തും വനം മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രതിഷേധം. ഇടുക്കി മയിലാടുംപാറയ്ക്ക് സമീപം നായയോടൊപ്പം കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു. കടുവയെ തേക്കടിയിലേക്ക് മാറ്റി. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിൽ കടുവ വീണത് പുലർച്ചെ. പത്തനംതിട്ട തണ്ണിത്തോട് വളർത്തുനായയെ അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നു. പുലിയെന്ന് സംശയിച്ച നാട്ടുകാർ. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് നിഗമനം. കടയിലെ കണക്കുകൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ ഓഡിറ്റ് ചെയ്യും. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു. ജീവനക്കാരികൾ കുറ്റസമ്മതം നടത്തുന്നത് ദൃശ്യങ്ങളിൽ. തെളിവുകൾ ഇല്ലാതാവുമ്പോൾ ജീവനക്കാർ ജാതിക്കാർഡുകൾ ഇറക്കുന്നുവെന്നാരോപിച്ച് കൃഷ്ണകുമാർ. തൃശൂർ വരന്തരപ്പിള്ളിയിൽ ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മരിച്ചത് വരന്തരപ്പിള്ളി സ്വദേശി ദിവ്യ. ഭർത്താവ് കുഞ്ഞുമോൻ കസ്റ്റഡിയിൽ. കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഇൻക്വസ്റ്റിനിടെ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം ചാമ്പ്യനെ ഇന്നറിയാം. കാർലോസ് അൽക്കാരസ് യാനിക് സിന്നർ പോരാട്ടം. മത്സരം വൈകിട്ട് 6:30 റൊളാങ് ഗാരോയിൽ. റാങ്കിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ള താരങ്ങൾ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് 41 വർഷങ്ങൾക്ക് ശേഷം.